കായംകുളത്ത് ഹോട്ടൽ ഉടമകൾക്കും ഹോട്ടൽ ജീവനക്കാർക്കുമായി ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു. കായംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാവിൽ നിസാം ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റിന്റെയും മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസിന്റെയും നേതൃത്വത്തിലാണ് ഹോട്ടൽ ഉടമകൾക്കും ഹോട്ടൽ ജീവനക്കാർക്കുമായി ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കായംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാവിൽ നിസാം ഉദ്ഘാടനം നിർവഹിച്ചു. ഏകദേശം 350ഓളം ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അതിൽ 7000ഓളം തൊഴിലാളികൾ മുതലാളിമാരടക്കം അവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ്. തീർച്ചയായും നമുക്കറിയാം, ഭക്ഷ്യ വസ്തുക്കൾ വിതരണം ചെയ്യുന്നവരാണ് നാടിന് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവരും. പക്ഷേ ഏതെങ്കിലും അവസ്ഥയിൽ അവർക്കൊരു കൈപ്പിഴവ് പറ്റിപ്പോയാൽ അതിനെ പിടിച്ചുകൊണ്ട് അവരെ തേജോവധം ചെയ്യുന്ന ഒരു രീതിയാണ് സമൂഹത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ അവരെ തേജോവധം ചെയ്തുകൊണ്ട് ആ സ്ഥാപനം പൂട്ടിക്കുക എന്നുള്ളതാണ് ചിലരുടെയൊക്കെ ഒരു ധാരണ. ഏരിയ പ്രസിഡന്റ് SK നസീർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് റോയി മഡോണ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി സത്താർ നൂറുദ്ദീൻ, രമേശ് ആര്യാസ്, ബദറുദ്ദീൻ മലബാർ, വിജയകുമാർ ശ്രീകൃഷ്ണ, വിവേകാനന്ദൻ, പ്രവീൺ കുമാർ, മഞ്ജിമ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡോക്ടർ ഇസ്മായിൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കായംകുളം.